പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ദശാംശ രൂപങ്ങൾ എന്ന പാഠഭാഗത്തിലെ കൂട്ടലും കുറയ്ക്കലും അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന ഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. നമുക്കറിയാം USS പോലെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഇത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ടീച്ചർ പറയാണ്, ഇതിൽ കുറയ്ക്കലുണ്ട്. ആ കുറയ്ക്കൽ വരുമ്പോൾ കുറയ്ക്കുന്ന വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം: സുനിതയും സുനീറയും ഒരു റിബൺ വീതിച്ചെടുത്തു. സുനിതയ്ക്ക് 4.85 മീറ്ററും സുനീറയ്ക്ക് 3.75 മീറ്ററും കിട്ടി. റിബണിന് ആകെ എത്ര നീളമുണ്ടായിരുന്നു? സുനിത ആൻഡ് സുനീറ ഡിവൈഡഡ് എ റിബൺ ബിറ്റ്വീൻ ദം. സുനിത ഗോട്ട് 4.85 meter and Sunira got 3.75 meter. What was the length of the original ribbon? വഴിക്കണക്കുകൾ കിട്ടുമ്പോൾ കൃത്യമായി നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുക. നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത് ഓഫ് സുനിതാസ് റിബൺ, സുനിതയ്ക്ക് കിട്ടിയ റിബണിന്റെ നീളം എത്രയാണ്? 4.85 മീറ്റർ. അടുത്തത് ലെങ്ത് ഓഫ് സുനീറാസ് റിബൺ, സുനീറയ്ക്ക് കിട്ടിയ റിബണിന്റെ നീളം 3.75 മീറ്റർ. രണ്ടുപേർക്കും കൂടെ കിട്ടിയ റിബണിന്റെ ആകെ നീളം, ടോട്ടൽ ലെങ്ത്, ആകെ നീളം. ഇവിടെ ആകെ നീളം കാണാൻ എന്താ ചെയ്യേണ്ടത്? സുനീറയ്ക്ക് കിട്ടിയതും സുനിതയ്ക്ക് കിട്ടിയതും കൂടെ കൂട്ടണം. അതായത് ദശാംശ സംഖ്യകളുടെ സങ്കലനം, തുകയാണ് കാണേണ്ടത്. നമുക്കൊന്ന് നോക്കാം. 4.85 കൂട്ടണം 3.75. ഇത് ക്രിയ നിങ്ങൾ അതുപോലെ തന്നെ വൃത്തിയായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ക്രിയാ കോളത്തിലേക്ക് എഴുതി കൂട്ടാം. ഇത് എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കിയ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം ഇവിടെ 4.85 എന്ന് പറയുമ്പോൾ 4 ഒറ്റയുടെ സ്ഥാനത്താണ്, 8 10-1, 5 100-1. കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി. അടുത്തത് 3.75. ഈ 3 ഒറ്റയുടെ സ്ഥാനത്ത്, 3.75. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പോയിന്റിന്റെ അടിയിലേ പോയിന്റ് വരുള്ളൂ. ഈ പോയിന്റ് താഴെ സംഖ്യ എഴുതുമ്പോൾ വേറെ എവിടെയും കൊണ്ട് വെക്കാൻ പറ്റില്ല. പോയിന്റിന്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. ഇനി വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കൂട്ടാൻ അറിയില്ലേ? ആ കൂട്ടൽ തന്നെയുള്ളൂ. പക്ഷേ പോയിന്റ് ഉള്ള സ്ഥലത്ത് വരുമ്പോൾ പോയിന്റ് ഇടണം. നമുക്ക് നോക്കാം. 5 5 10, ശിഷ്ടം 1, 1 7 8 8 16 6. ഇനി പോയിന്റ് ഇട്ടതിന് ശേഷം ഈ ശിഷ്ടം 1 ഇവിടെ കൊണ്ടുപോയി കൂട്ടുക. എത്രയാണ്? 1 3 4 4 8. അപ്പോൾ 8.60 മീറ്റർ ആണ് ആകെയുള്ള നീളം. അപ്പം നോക്കൂ, ഇവിടെ വേറൊരു ചിന്തയും കൂടെ നമുക്ക് നല്ലതാണ്. ഇത് രണ്ടും കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആകെ തന്നു, ഏതെങ്കിലും ഒരു നീളം തന്നിട്ടുണ്ടെങ്കിൽ മറ്റേത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെയുള്ള നീളത്തിൽ നിന്ന് ഒരാളുടെ നീളം കൂടി കുറച്ചാൽ മതി. അപ്പം മറ്റേ നീളം കിട്ടും. മനസ്സിലായില്ലേ? അതും കൂടെ നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ 12.4 സെന്റിമീറ്റർ, 16.8 സെന്റിമീറ്റർ, 13.7 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓഫ് ലെങ്ത് 12.4 സെന്റിമീറ്റർ, 16.8 സെന്റിമീറ്റർ, 13.7 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ? നോക്കുക, ചോദ്യത്തിൽ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളം തന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അത് 3 പാടെ കൂട്ടിയാൽ മതി, പോരെ? 3 അളവുകളും കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് നോക്കാം. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ആ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? 12.4 സെന്റിമീറ്റർ, 16.8 സെന്റിമീറ്റർ, 13.7 സെന്റിമീറ്റർ. എന്നിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്. നമുക്കറിയാം ത്രികോണത്തിന് 3 വശാണുള്ളത്. അപ്പൊ ചുറ്റിലും ഉള്ള അളവാണ് ചുറ്റളവ്. അപ്പൊ നമുക്കിത് 3 കൂടെ കൂട്ടാം.
12.4 കൂട്ടണം 16.8 കൂട്ടണം 13.7. നമുക്ക് ഇതുപോലെ ക്രിയ അവിടെ എഴുതി വെച്ചു. ഇനി അത് താഴേക്ക് അല്ലെങ്കിൽ സൈഡിൽ ക്രിയാകോളത്തിൽ എഴുതി കൂട്ടുക. നോക്കൂ, 12.4 എഴുതി. അടുത്തത് 16.8, അടുത്തത് 13.7. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. കൂട്ടാൻ നിങ്ങൾക്കറിയാലോ, വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കൂ, 7 8 15, 15 4 19 9, ശിഷ്ടം 1. ആ 1 ഇവിടെ കൊണ്ടുപോയി കൂട്ടാം. 1 3 4 6 10 2 12 2, ശിഷ്ടം 1 1 2 2 1 3 1 4. അപ്പം എത്രയാ കിട്ടുക? 42.9 സെൻറ്റിമീറ്റർ, 42.9 സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ, പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. ഒരു ചാക്കിൽ 48.750 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്ന് 16.5 കിലോഗ്രാം വേണുവിനും 12.48 കിലോഗ്രാം തോമസിനും കൊടുത്തു. ഇനി ചാക്കിൽ എത്ര കിലോഗ്രാം അരിയുണ്ട്? A sack has 48.75 kilograms of rice in it. From this 16.5 kilograms was given to Venu and 12.48 kilograms to Thomas. How much rice is now in the sack? ഈ ചോദ്യത്തിന്റെ വഴികൾ നമുക്ക് എഴുതാം. നമുക്കറിയാം, വഴികൾ എഴുതി കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചെയ്യുകയും വേണം. നോക്കൂ, ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റൈസ്, ആ ചാക്കിലുള്ള അരിയുടെ ആകെ അളവ് 48.75 കിലോഗ്രാം. അടുത്ത നോക്കൂ, റൈസ് ഗിവൺ ടു വേണു, വേണുവിന് കൊടുത്ത അരിയുടെ അളവ് എത്രയാണ്? 16.5 കിലോഗ്രാം. അടുത്തത് റൈസ് ഗിവൺ ടു തോമസ്, തോമസിന് കൊടുത്ത അരിയുടെ അളവ് 12.48 കിലോഗ്രാം. അടുത്തത് റൈസ് ഗിവൺ ടു തോമസ് ആൻഡ് വേണു, വേണുവിനും തോമസിനും കൂടെ കൊടുത്ത അരിയുടെ ആകെ അളവ്. ടീച്ചർ ഇവിടെ കോമയിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരും കോമയിട്ട് വെക്കേണ്ട, കൃത്യമായിട്ട് അത് എഴുതുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത അരിയുടെ അളവ് ആകെ കാണാൻ രണ്ടും കൂടെ കൂട്ടണം അല്ലേ? നമുക്ക് നോക്കാം. 16.5 കൂട്ടണം 12.48. നമ്മൾ എന്ത് ചെയ്യണം? ക്രിയാകോളത്തിലേക്ക് എഴുതിയിട്ട് കൂട്ടുക. ഇവിടെ 16.5 കൂട്ടണം 12.48. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 10-1 സ്ഥാനവും 100-1 സ്ഥാനവും ഉണ്ട്. എന്നാ ഇവിടെ നോക്കൂ, 10-1 സ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ 100-1 സ്ഥാനം 0 ഇട്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞിരുന്നു 0 ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി 0 ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൂട്ടിയാൽ മതി. 8 5 4 9. ഇനി പോയിന്റ് അതുപോലെ ഇട്ട് കൊടുക്കാം. പോയിന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തത് 2 6 8 1 1 2, 28.98 കിലോഗ്രാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം 28.98 കിലോഗ്രാം. ഇനി നോക്കൂ, ഇനി പറഞ്ഞിരിക്കുന്നത് ബാലൻസ് റൈസ് ഇൻ ദ സാക്ക്, ചാക്കിലുള്ള ബാക്കി അരിയുടെ അളവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആകെയുള്ള അരിയുടെ അളവും തന്നു, തോമസിനും വേണുവിനും കൊടുത്ത അരിയുടെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി കാണാൻ ഇതിൽ നിന്നത് കുറയ്ക്കണം അല്ലെ? നമുക്കൊന്ന് നോക്കാം. 48.75 നിന്ന് 28.98 കുറയ്ക്കുക. ക്രിയാകോളത്തിലേക്ക് എഴുതി നമുക്ക് ചെയ്യാം. 48.75 കുറയ്ക്കണം 28.98. ഇനി കുറയ്ക്കാനുള്ള വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കി ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. ടീച്ചർ അതുപോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. നോക്കൂ, 8 7 15, ശിഷ്ടം 1 9 10, 10 7 17 7, പോയിന്റ് ഇവിടെ ഇട്ടു. ശിഷ്ടം 1 8 9, 9 9 ആണ് 18. ആ ബാലൻസ് 1 ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി. 1 2 3 1 4. ഇനി ഇവിടെ നോക്കാം, ബാലൻസ് അരിയുടെ അളവ് 19.77 കിലോഗ്രാം. ഇത്രയും അരിയാണ് ബാക്കിയുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അടുത്ത ചോദ്യം,
16.254 ഏത് സംഖ്യ കൂട്ടിയാൽ 30 കിട്ടും? അപ്പൊ ഇത് പറയുമ്പോ ചില കുട്ടികൾക്ക് ഒരു സംശയം തോന്നും. അപ്പൊ ചെറിയൊരു സംഖ്യ നോക്കാം. 7 എത്ര കൂട്ടിയാൽ 15 കിട്ടും? നമ്മൾ എന്താ ചെയ്യാ? 15 നിന്ന് 7 കുറയ്ക്കും. അതേപോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി? 30 നിന്ന് 16.254 കുറച്ചാൽ മതി അല്ലെ? അപ്പൊ നമ്പർ കാണാൻ വേണ്ടിട്ട് നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? 30 കുറയ്ക്കണം 16.254. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. ഇവിടെ നോക്കൂ, 16.254 1000-1 സ്ഥാനം വരെയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 30 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഈ 3 സ്ഥാനത്തിന് 0 ഇട്ട് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഈ 16.254 അങ്ങോട്ട് കുറയ്ക്കുക. ഇങ്ങനെ ചെയ്താല് തെറ്റുപറ്റില്ല. ഇല്ലെങ്കിൽ എന്താന്ന് അറിയാവോ? എങ്ങനെ നോക്കിയാലും ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും വരുമ്പോ കുട്ടികൾക്ക് തെറ്റുപറ്റിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഗ്രാമ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 254. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 3 സ്ഥാനം ഇവിടെ വരണം. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ 19.77 എഴുതി. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 19.770 കിലോഗ്രാം എന്ന് എഴുതാം. 1000 ഗ്രാം അല്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. അതേപോലെ നമ്മൾ ഇവിടെ 0 ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇനി നോക്കൂ, 4ഉം 6ഉം ആണ് 10, ശിഷ്ടം 1 5 6. 6 4 10, ശിഷ്ടം 1 2 3. 3ഉം 7ഉം 10. ഇനി പോയിന്റ് ഇട്ട് കൊടുത്തു. ആ 10ന്റെ 1 ഇവിടെ കൊണ്ടുവന്നു. 1 6ഉം 7. എന്നിട്ട് 7നോട് 3 കൂട്ടിയാലാണ് 10, ശിഷ്ടം 1 1 2. 2 1 ആണ് 3. അപ്പൊ എത്രയാ കിട്ടുക? 13.746. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക, ഇത് തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ കണക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ കുറയ്ക്കുന്നത് ടീച്ചർ ഇവിടെ വിശദാക്കുന്നില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ അതിന്റെ ലിങ്ക് ഒന്നുകൂടെ ഇടാം. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ച എത്ര കട എടുക്കാനും നിങ്ങൾക്ക് വലിയൊരു പ്രശ്നേ ഇല്ല. കുറയ്ക്കലെന്നുള്ളത് ഒരു മധുരമായിട്ട് മാറും. ഓക്കെ, അടുത്തതായി 5ാമത്തെ ചോദ്യം നോക്കാം. ഫൈസൽ 3.75 കിലോമീറ്റർ ദൂരം സൈക്കിളിലും 12.5 കിലോമീറ്റർ ദൂരം ബസ്സിലും ബാക്കി നടന്നുമാണ് യാത്ര ചെയ്തത്. ആകെ യാത്ര ചെയ്തത് 17 കിലോമീറ്റർ. നടന്നത് എത്ര ദൂരമാണ്? ഫൈസൽ ട്രാവൽ 3.75 kilometers on bicycle, 12.5 kilometers in a bus and the remaining distance on foot. He traveled 17 kilometers in all. What distance did he walk? അപ്പൊ നമുക്ക് ഇനി സ്റ്റെപ്പുകൾ എഴുതാം. നോക്കൂ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ബൈസിക്കിൾ, സൈക്കിളിൽ പോയ ദൂരം എത്രയാണ്? 3.75 കിലോമീറ്റർ. അടുത്തത് ഇത് തന്നെയാണ് വരുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്, ബസ്സിൽ പോയ ദൂരം എത്രയാണ്? 12.5 കിലോമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനും കൂടെ, ബസ്സിലും സൈക്കിളിലും കൂടെ യാത്ര ചെയ്ത ദൂരം നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ബൈസിക്കിൾ ആൻഡ് ബൈ ബസ് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടുക. 3.75 കൂട്ടണം 12.5. നമുക്ക് നോക്കാം. 3.75 12.5. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒറ്റയുടെ സ്ഥാനം ഉണ്ട്, ഇവിടെ 10ന്റെ സ്ഥാനം ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. ഇട്ടാലും ഇട്ടില്ലേലും പ്രശ്നമില്ല. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ ഇടുകയാണ് നല്ലത്. 12. ഇവിടെ 7.5 100-1 ഇവിടെ 10-1 ഉള്ളൂ. അപ്പൊ നമുക്ക് 100-1 0 ഇട്ട് കൊടുത്തു. ഇനി രണ്ടും കൂടെ കൂട്ടാം. 50 75 നോക്കാം. 5 7 5 12 2 ശിഷ്ടം 1 2 3 3 6 1 16.25 കിലോമീറ്റർ. 16.25 കിലോമീറ്റർ ആണ് ബസ്സിലും സൈക്കിളിലും കൂടെ പോയ ദൂരം. ഇനി നോക്കൂ, ടോട്ടൽ ഡിസ്റ്റൻസ് ആകെയുള്ള ദൂരം എത്രയാണ്? 17 കിലോമീറ്റർ. ഇനി പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് വാക്ക്ഡ്, നടന്നു പോയ ദൂരം. എന്ത് ചെയ്യണം?
ഇവിടെ ബാക്കി ദൂരം നടന്നാണ് പോയെന്ന് പറയുന്നുണ്ട്. 17-ൽ നിന്ന് ബസ്സിലും സൈക്കിളിലും കൂടെ പോയ ദൂരം അങ്ങോട്ട് കുറച്ചാൽ നടന്നു പോയ ദൂരം കിട്ടും. അപ്പൊ നോക്കൂ, 17 കുറയ്ക്കണം 16.25. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സാധാരണഗതിയിൽ തെറ്റ് പറ്റുക. അപ്പൊ നോക്കൂ, 17 ഇവിടെ 2 10-ലൊന്നും ഉണ്ട് 100-ലൊന്നും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് 17.00 എന്ന് എഴുതി കുറയ്ക്കണം. ഇനി ഇവിടെ നോക്കാം 16.25. നോക്കൂ, കുറയ്ക്കാം. 5 5 10, ശിഷ്ടം 1 2 3 7 10, ശിഷ്ടം 1 6 7 0. അപ്പൊ എത്രയാ വരിക? ആകെ 17 കിലോമീറ്റർ ഉണ്ട്. അതില് 16.25 കിലോമീറ്റർ ബസ്സിലും സൈക്കിളിലും കൂടെ യാത്ര ചെയ്തു. ബാക്കിയുള്ള ദൂരം എന്ന് പറയുന്നത് 0.75 കിലോമീറ്റർ, അതായത് 75 മീറ്റർ ആണ് നടന്നു പോയത്. ഓക്കെ ആയോ? ഇങ്ങനെ ദശാംശ സ്ഥാനം ഉപയോഗിച്ച് പറയുമ്പോൾ ഇത്രയും കിലോമീറ്റർ. അതല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ 75 മീറ്റർ ആണ് നടന്നു പോയത്. ഓക്കെ ആയില്ലേ? അടുത്ത ചോദ്യം, മഹാദേവന്റെ വീട് സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ്. സ്കൂളിലേക്കുള്ള യാത്രയിൽ 2.75 കിലോമീറ്റർ ബസ്സിലും ബാക്കി ദൂരം നടന്നുമാണ് പോകേണ്ടത്. മഹാദേവൻ എത്ര കിലോമീറ്റർ ആണ് നടക്കുന്നത്? മഹാദേവൻസ് ഹോം ഈസ് 4 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ. He travels 2.75 kilometers of this distance in a bus and the remaining on foot. What distance does he walk? നോക്കൂ, ഡിസ്റ്റൻസ് മഹാദേവൻസ് ഹോം ഫ്രം സ്കൂൾ, മഹാദേവന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എത്രയാണ്? 4 കിലോമീറ്റർ. അടുത്തത് നോക്കൂ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്, ബസ്സിൽ പോയ ദൂരം 2.75 കിലോമീറ്റർ. ഇനി പറയാണ് ഡിസ്റ്റൻസ് ഹി വാക്സ്, മഹാദേവൻ നടന്ന ദൂരം എത്ര? അപ്പൊ ആകെയുള്ള 4 കിലോമീറ്ററിൽ നിന്ന് 2.75 കുറയ്ക്കണം. ഇത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, എങ്കിലും നമുക്ക് എഴുതി ചെയ്യാം. 4-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2.75 കുറയ്ക്കണം. ഇങ്ങനെ വരുമ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് തെറ്റില്ല, കാരണം 4 ഒന്നുകളുടെ സ്ഥാനത്താണ് വരുന്നത്, അതുകൊണ്ടാണ്. നോക്കൂ, 5 5 10, ശിഷ്ടം 1 8 2 10, ശിഷ്ടം 1 2 3 1 4, എത്രയാണ് വരുന്നത്? 1.25 കിലോമീറ്റർ. ഇത് എളുപ്പമെന്ന് പറയാൻ കാരണം ഇവിടെ 2.75 വന്നുകൊണ്ടാ. അപ്പൊ നമുക്കറിയാം ബാക്കി ഇവിടെ 25 വരും. അപ്പൊ അതിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ 1.25 മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് തെറ്റണ്ട, നിങ്ങൾ എഴുതി തന്നെ കുറച്ച് ചെയ്യാം. ഓക്കെ, അടുത്തതായി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. സൂസൻ 7.4 ഗ്രാം തൂക്കമുള്ള ഒരു വളയും 10.8 ഗ്രാം തൂക്കമുള്ള ഒരു മാലയും ഒരു മോതിരവും വാങ്ങി. മൂന്നിൻ്റെയും കൂടി ആകെ ഭാരം 20 ഗ്രാമാണ്. മോതിരത്തിൻ്റെ ഭാരം എത്രയാണ്? Susan bought a bangle weighing 7.4 grams and a necklace weighing 10.8 grams. She bought a ring also and the total weight of all three is 20 grams. What is the weight of the ring? അടുത്തത് നമുക്ക് വഴി എഴുതാം. വെയിറ്റ് ഓഫ് ബാംഗിൾ, വളയുടെ ഭാരം 7.4 ഗ്രാം. അടുത്തത് വെയിറ്റ് ഓഫ് നെക്ലേസ്, നെക്ലേസിന്റെ ഭാരം 10.8 ഗ്രാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, വെയിറ്റ് ഓഫ് ബാംഗിൾ ആൻഡ് നെക്ലേസ്, വളയുടെയും മാലയുടെയും ഭാരം എന്ത് ചെയ്യണം? 7.4 കൂട്ടണം 10.8. നമുക്ക് നോക്കാം, 10.8ഉം 7.4ഉം കൂടെ കൂട്ടുക. 8 4 12, 2 ശിഷ്ടം 1 7 1. നോക്ക് എത്രയാ വരിക? 18.2 ഗ്രാം ആണ് വരുന്നത്. ഇനി നോക്കൂ, ടോട്ടൽ വെയിറ്റ്, അതായത് ഇവ മൂന്നിന്റെയും ആകെ ഭാരം 20 ഗ്രാം. ഇനി പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ഓഫ് ദ റിംഗ്, മോതിരത്തിന്റെ ഭാരം. അത് കാണാൻ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 18.2 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 20.0 ഇടുക. അപ്പൊ നമുക്ക് എളുപ്പമാണ്. 20.0 ഇടുക, കുറയ്ക്കണം 18.2.
2ഉം 8ഉം 10 ശിഷ്ടം 1 8 9 9ഉം 1ഉം 10 ശിഷ്ടം 1 1ഉം 2 സമം എത്രയാ കിട്ടാ 1.8 ഗ്രാം. ശരിയാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. 1.8ഉം ഇതും കൂടെ കൂട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ദശാംശ സ്ഥാനം കൂട്ടലും കുറയ്ക്കലും ഒക്കെ വരുമ്പോ ആ പോയിന്റ് കൃത്യമായിട്ട് ഇടാൻ നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി ഒരു പ്രശ്നവുമില്ല. അടുത്ത 8ാമത്തെ ചോദ്യം. 10.5 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 8.05 സെന്റിമീറ്റർ നീളത്തിൽ ഒരു കഷണം മുറിച്ചു മാറ്റി. ബാക്കിയുള്ള കഷ്ണത്തിന്റെ നീളം എത്ര മീറ്റർ? ഫ്രം എ 10.5 മീറ്റർ റോഡ് and 8.05 centimeter piece is cut off. What is the length of the remaining piece? ടോട്ടൽ ലെങ്ത് ഓഫ് റോഡ്, അതായത് ആ കമ്പിയുടെ ആകെ നീളം എത്രയാണ് വരുന്നത്? 10.5 മീറ്റർ. ഇനി നോക്ക, ലെങ്ത് ഓഫ് കട്ട് പീസ്, മുറിച്ചു മാറ്റിയ ഭാഗത്തിന്റെ നീളം എത്രയാ വരുന്നത്? 8.05 മീറ്റർ. ഇനി പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, ബാക്കിയുള്ള കമ്പിയുടെ നീളം. എന്ത് ചെയ്യണം? 10.5 കുറയ്ക്കണം 8.05. നോക്കാം, നമുക്കിവിടെ നോക്കാം. 10.5 ഇതിൽ നിന്ന് 8.05. അപ്പൊ നോക്കൂ, 8 ഇവിടെയാണ് എഴുതാ, 0.05. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ചാൽ മതി. നോക്ക, 50ൽ നിന്ന് 5 പോയാൽ 45 വരിക. നമുക്ക് നോക്കാം. 5 5 10 ശിഷ്ടം 1 1 4 5. പോയിന്റ് കൊടുക്കുന്നു 2.45. പക്ഷെ സ്റ്റെപ്പുകൾ എഴുതാനാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. കൃത്യമായി സ്റ്റെപ്പുകൾ എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അടുത്തത് 9ാമത്തെ ചോദ്യം. 10.864 എന്ന സംഖ്യയും ഈ സംഖ്യയിലെ 10-1ന്റെയും 1000-1ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? അവയുടെ വ്യത്യാസം എന്താണ്? We are 10.864 and the number got by interchanging the digits in its tens and thousands displays. What do we get? What is the difference of these two numbers? നോക്കാം, ഇവിടെ നമ്പർ എത്രയാണ്? 10.864 നമ്പർ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്പർ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഇൻ ഇറ്റ്സ് ടെൻസ് ആൻഡ് തൗസൻഡ്സ് പ്ലേസ്. അതായത് 10-1ന്റെയും 1000-1ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ഇത്. അപ്പൊ നമുക്ക് 10 ആദ്യം ഇവിടെ എഴുതാം, പോയിന്റ്. ഇത് തമ്മിൽ പരസ്പരം മാറ്റാം. 8 എന്നുള്ളത് 4 6 അതുപോലെ എഴുതി. ഈ 8 1000-1ന്റെ സ്ഥാനത്തേക്ക് പോയി. 10.468. അപ്പൊ നമുക്ക് സംഖ്യകൾ കിട്ടി. ഇനി പറയാണ് their sum, അവയുടെ തുക. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ തന്നെ എഴുതി കൂട്ടാം. 10.864 കൂട്ടണം 10.468. ഞാൻ വേറെ എഴുതി കൂട്ടുന്നില്ല. നിങ്ങൾ ഇതുപോലെ ക്രിയ അവിടെ എഴുതിയിട്ട് വേറെ എഴുതി കൂട്ടിയാൽ മതി. ടീച്ചർ ഇവിടെ തന്നെ കൂട്ടുകയാണ്. 8 4 12 2 ശിഷ്ടം 1 6 7 6 13 3 ശിഷ്ടം 1 4 5 8 13 3. പോയിന്റ് അതുപോലെ ഇതാ 1 1 1 2. എത്രയാ നമുക്ക് കിട്ടുന്നത്? 21.332. ഇനി their difference, അവയുടെ വ്യത്യാസം. അപ്പൊ നമുക്ക് നോക്കാം. 10.864 കുറയ്ക്കണം 10.468. ഇനി ഇവ തമ്മിൽ കുറയ്ക്കണം. ടീച്ചർ ഇവിടെ തന്നെ ചെയ്യാനേ. നോക്കൂ, 8 6 14 ശിഷ്ടം 1 6 7 7 9 16 ശിഷ്ടം 1 4 5 5 3 8. ഈ പോയിന്റ് അതുപോലെ ഇട്ടു. ഇവിടെ 0. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.396. സാധാരണ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ ഈ 100-1ന്റെ സ്ഥാനത്തെ അക്കവും 1000-1ന്റെ സ്ഥാനത്തെ അക്കമൊക്കെ മാറ്റാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റുപറ്റും. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കാം, ഒരു സംഖ്യയോട് 12.45 കൂട്ടിയതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ 7.34 കിട്ടി. ആദ്യ സംഖ്യ ഏതാണ്? നമുക്ക് നോക്കാം. When 12.45 is added to a number and
then 8.75 subtracted, the result was 7.34. what is the original number? നമുക്കിത് ഈ പോയിന്റ് ഒക്കെ കാണുമ്പോഴേ നമുക്കിത് തെറ്റുപറ്റും. അപ്പൊ നമുക്ക് വെറുതെ ഒരു പൂർണ്ണസംഖ്യ എടുത്ത് നോക്കാം. ഒരു സംഖ്യ ഏതാന്ന് നമുക്കറിയില്ല. ആ സംഖ്യയോട് ടീച്ചർ അങ്ങോട്ട് ഈ 8 കൂട്ടുകയാണ്. ആ 8 കൂട്ടിയതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 4 അങ്ങോട്ട് കുറച്ചു. കുറച്ചപ്പോ എനിക്ക് കിട്ടിയ സംഖ്യ 10 ആണ്. എങ്കിൽ ആദ്യ സംഖ്യ ഇത് നമുക്ക് പൂർണ്ണസംഖ്യയായിട്ട് എടുക്കുകയാണ്. അപ്പൊ ടീച്ചർ ഇവിടെ എന്താ ചെയ്യാന്നറിയാമോ, ഈ 10 4 കൂടി അങ്ങോട്ട് കൂട്ടും, 14. 14ൽ നിന്ന് 8 കുറയ്ക്കും. 14ൽ നിന്ന് 8 കുറച്ച എത്രയാണ്, 6. ഇനി നമ്മൾ ചെയ്ത ശരിയാണ് നോക്കൂ, ഏതോ ഒരു സംഖ്യയോട് 8 കൂട്ടി, അപ്പൊ 6 8 14. അതിൽ നിന്ന് 4 കുറച്ചു. 14 4 കുറച്ചാൽ എത്ര തന്നെയാണ് കിട്ടുക, 10 തന്നെയാണ് കിട്ടുക. ഒറിജിനൽ നമ്പർ കിട്ടാൻ വേണ്ടി 7.34ഉം 8.75ഉം കൂടെ കൂട്ടുക. നോക്കൂ, 7.34 കൂട്ടണം 8.75. 5 4 9, 7 3 10, 1 1 8 9 7, 16.09 കിട്ടി. ഈ 16.09ൽ നിന്ന് 16.09 അതിൽ നിന്ന് 12.45 കുറയ്ക്കുക. നോക്കൂ, 5 4 9, 4 6 10 ശിഷ്ടം 1 2 3 3 3 6, 3.64. ഇതാണ് ഒറിജിനൽ നമ്പർ. നോക്കൂ, ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 3.64. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ചെയ്ത് നോക്കാം. 3.64ഉം 12.45 കൂടെ ഒറിജിനൽ നമ്പർ സംഖ്യ നമുക്ക് കിട്ടി. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുക. ടീച്ചർ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 8.75 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, 7.34 തന്നെ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. നമുക്ക് ഇനി ദശാംശമാക്കാൻ 1-2 കണക്കുകളിലൂടെ ഒന്ന് ചെയ്യാം. നോക്കൂ, ഈ സംഖ്യകളെ ദശാംശമാക്കണം. ഇങ്ങനെയുള്ള സംഖ്യകളെ ദശാംശമാക്കാൻ ഒരു എളുപ്പ വഴി ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം 2നെ എങ്ങനെയെങ്കിലും 10 100 1000 ഇതുപോലെ ആക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ നമുക്ക് 2നെ 10 ആക്കാൻ എളുപ്പമാണ്. 2നെ 10 ആക്കിയ 2 ഗുണിക്കണം 5 ആണ് 10. അതുകൊണ്ട് 1 ഗുണിക്കണം 5 ആണ് 5. 2നെയും 5 കൊണ്ട് ഗുണിച്ചു, അംശത്തെയും ഛേദത്തെയും. ഇനി ദശാംശാക്കാൻ എളുപ്പമല്ലേ? എത്രയാ വരിക, 0.5. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ, 1നെ 2 കൊണ്ട് ഹരിക്കണം. നോക്കൂ, അപ്പൊ 1ന് പോകൂല, പോയിന്റ് ഇട്ടു, 0 ഇട്ടു, 2 5 10. ഇതേ രീതിയിൽ ചെയ്യണം. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് ഈ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവിടെ ഛേദം, ഡിനോമിനേറ്റർ 5 ആണ്. 5നെ 10 അല്ലെങ്കിൽ 100 ആക്കാം. നമുക്ക് 10 ആക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ 5നെ 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി, 5 2 ആണ് 10. അപ്പൊ 2 2 4. അപ്പൊ എത്ര ആയിട്ടാ, 0.4 വരും. ഒരു 0 ഉള്ളൂ, അതുകൊണ്ട് ഒരു സ്ഥാനം എടുത്തോട്ട് മാറ്റി. ഇനി അടുത്തു 1/8. ഇവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് ശരിക്കും 5ൽ മുതൽ പഠിച്ചു തുടങ്ങുന്നതാ. 5ലും ഉണ്ട് 6ലും ഉണ്ട്. ഈ 8നെ 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല, 1000 ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ 8നെ 125 കൊണ്ട് ഗുണിച്ചാൽ 8 ഗുണിക്കണം 125 ആണ് 1000 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, 1നെയും 125 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 125/1000 ആണ് വരിക. അപ്പൊ നോക്കൂ, ഇവിടെ 3 0 ഉണ്ട്, അതുകൊണ്ട് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ഇടണം. 0.125 ആണ് ആൻസർ. അടുത്ത നോക്കൂ, 3/4. 4നെ നമുക്കറിയാം 10 ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിന്മാറാൻ പാടില്ല കേട്ടോ. അടുത്ത 100 ആക്കുക. നമുക്കറിയാം 4നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 100 കിട്ടുക, 4 25. 4 ഗുണിക്കണം 25 ആണ് 100. അപ്പൊ അതുകൊണ്ട് 3നെയും 25 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും, 75/100. ഇനി ഇതിനെ ദശാംശമാക്കണമെങ്കിൽ 2 സ്ഥാനമാണ്, അതുകൊണ്ട് 0.75 ആണ് വരുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള സംഖ്യകൾ കണ്ടാൽ ഉടൻ നിങ്ങളുടെ ചിന്ത ഈ രീതിയിലേക്ക് പോയാൽ വളരെ പെട്ടെന്ന് മനക്കണക്കായിട്ട് ഉത്തരം കാണാം. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ ഒരു പ്രവർത്തനം ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ നോക്കൂ, ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിലെ പേജിൽ ഇങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. ഓണിയൻ, ടൊമാറ്റോ, ചില്ലി, പച്ചമുളകും തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ അളവ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ടോട്ടൽ എത്രയാണെന്ന് കാണാൻ. ആകെയുള്ള ഭാരം
നമുക്ക് നോക്കാം. ഇത് ഒരു രസമാണ് ചെയ്യാൻ നിങ്ങൾക്ക്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1/2/5 കൂട്ടണം 1/3/4 കൂട്ടണം 4. ഇത് സാധാരണഗതിയിൽ എന്ത് ചെയ്യും എല്ലാവരും അറിയാവോ? ഇതൊക്കെ വിഷമഭിന്നാക്കും, എന്നിട്ട് പിന്നെയൊക്കെ ചെയ്യും. ഇത് ശരിക്കും അതിനൊന്നും ആവശ്യമില്ല. ഇത് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 1 കൂട്ടണം ഈ 2/5 നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. 1/2/5 എന്ന് പറയുന്നത് 5 നമ്മളൊന്ന് 10 ആക്കി നോക്കൂ. 5 10 ആക്കിയാൽ 10, 5 2 10, ഈ 2 4, 10 4 അല്ലേ? അപ്പൊ 1/4/10 കിട്ടും അല്ലേ? 1/4/10 എന്ന് പറഞ്ഞാൽ 1.4 ആണേ. വല്ല പ്രശ്നമുണ്ടോ? അടുത്ത നോക്കൂ, 1/4, 1/3/4. ഇത് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തിട്ടേ ഉള്ളൂ. 1/4 എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പത്തെ കണക്കിൽ ചെയ്തു. എത്രയാ വരിക? 1.75 ആണ് വരിക. നമ്മൾ ചെയ്ത് മറന്നു പോയിട്ടില്ലല്ലോ. അടുത്തത് 4 എന്ന് പറയുന്നത് 4നെ 100 ആക്കുക. അപ്പം 4 100 ആയി. 4 25 ആണ് 100. ഇവിടെ 1 25 25. അപ്പൊ 0.25. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ 1.4 കൂട്ടണം ഇവിടെ 1.75, പിന്നെയോ 0.25. അപ്പൊ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇവിടെയും എന്ത് ചെയ്യാം? അവിടെ 4 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൂട്ടണം ചിഹ്നം ഇട്ടു. 4 കഴിഞ്ഞിട്ട് ഇവിടെയും 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് സാധാരണ പോലെ കൂട്ടിയാൽ മതി. 5 5 10, ശിഷ്ടം 1 2 3 3 7 10, 10 4 14 4, ശിഷ്ടം 1 1 2 1 3 3.40 ആണ് വരുന്നത്. എളുപ്പമാണ്. ഇനി നിങ്ങളോട് പറയാണ് അത് ഭിന്നസംഖ്യ ആയിട്ട് എഴുതണം. അതിനെന്താ പ്രശ്നം? അപ്പൊ എന്ത് വരും? 3 40/100. ഇത് നോക്കാം. ഈ 40/100 വരുമ്പോൾ ഈ 0 വെട്ടിപ്പോവും. ഇനി ഇത് ഒന്നും കൂടെ ചെറുതാക്കാം. എന്ത് ചെയ്യാം? 3 2 2 ആണ് 4, 2 5 ആണ് 10. 3 2/5 കിലോഗ്രാം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാല് അത് അതിന്റെ ഛേദമൊക്കെ ഒരുപോലെ ആക്കണം. ഛേദം ഇവിടെ വ്യത്യാസമാണ്. അപ്പൊ ഒരുപോലെ സെയിം ഫ്രാക്ഷൻ, ഈക്വൽ ഫ്രാക്ഷൻ ഒക്കെ കണ്ട് തുല്യ ഭിന്നങ്ങളൊക്കെ കണ്ട് കൂട്ടി വരുമ്പോഴത്തേക്ക് നേരം എടുക്കും. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. അതല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാല് എളുപ്പം. ടീച്ചർ വേഗം എന്ത് ചെയ്യും? ഈ 1 മനസ്സിലവിടെ കാണും, മനസ്സിലവിടെ വെക്കുള്ളൂ. 1 5 ഞാൻ വേഗം 10 ആക്കി. ഈ 2 4 ആയി. അപ്പൊ ഇവിടെ 1/4/10 ഞാൻ അങ്ങോട്ട് എഴുതും. അപ്പൊ തന്നെ നമുക്കറിയാം 1.4. ഇതാണ് മനക്കണക്കായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ. ഇവിടെ 1.3 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ എഴുതാം 1.75 ആണ്. നമുക്കത് സംശയിക്കാനില്ല. ഇനി 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഇതും നമുക്ക് സംശയിക്കാനില്ല. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ കൂടെ ചിന്തിക്കാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സാധാരണഗതിയിൽ ഈ പ്രാവശ്യം ന്യൂമാത്സിന്റെ എക്സാം ഇല്ലാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇത്. അപ്പൊ കൂട്ടുകാരി, ഇന്നത്തെ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെയാണ് ഇന്ന് എടുത്തത്. നമുക്കിത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്തോലെ USS എന്തായാലും വേണ്ടതാണ്. ചതുഷ്ക്രിയകളുണ്ട്, അതിൽ ബാക്കി 2 ക്രിയകൾ അടുത്ത പാഠത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ കൂട്ടലും കുറയ്ക്കലും മാത്രമാണ് ചെയ്തത്. അപ്പൊ ഏതായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓരോ ചോദ്യവും എഴുതി കൃത്യമായി സ്റ്റെപ്പുകൾ എഴുതി അതേപോലെ ക്രിയകളൊക്കെ ക്രിയാകോളത്തിൽ എഴുതി വേണം നിങ്ങൾ ചെയ്യാൻ. അടുക്കും ചിട്ടയോടും കൂടെ വേണം ഗണിത പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോ ഇനിയും നമുക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഇതോടുകൂടെ തീർന്നു. ആശ്വാസമായില്ലേ? ടീച്ചർക്കും ആശ്വാസമായി. ഇനി നമുക്ക് പുതിയ പാഠമാണ് പഠിക്കേണ്ടത്. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. അതുപോലെ നിങ്ങളുടെ കമന്റുകളും ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇനി നമ്മൾ അടുത്ത പാഠത്തിലെ പുതിയ പാഠത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.